ഹായ്. അപ്പോൾ ഈ വൈകിയ വേള എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞിട്ടുണ്ടല്ലോ, എയർപോർട്ടിലോട്ട് പോകുന്ന വഴിയാണ്. ഇവിടെ വന്നൊരു വീഡിയോ ചെയ്യണം എന്ന് വന്ന ദിവസം മുതൽ പറയുന്നതാണ്. പക്ഷെ നമ്മുടെ സമയത്തിന്റെ പ്രശ്നം കൊണ്ട് നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പോകുന്നതിന് മുമ്പെങ്കിലും ഇതൊന്ന് ചെയ്തു കൊടുക്കണം എന്നുള്ളതാണ്. ഇവിടെ അടുത്തൊക്കെ ഉള്ള ആളുകൾക്കൊക്കെ തന്നെ വൈകുന്നേരങ്ങളിലും അല്ലെങ്കിൽ ഫ്രണ്ട്സായിട്ടും അല്ലെങ്കിൽ ഫാമിലിയൊക്കെ ആയിട്ടൊക്കെ തന്നെ വന്നാൽ ഒരുപാട് സംഗതികൾ എല്ലാം ഒരു കുടക്കീഴിൽ അല്ലേ. അപ്പൊ എന്തൊക്കെയാണെന്ന് റിയാസ് തന്നെ പറയും. സിമ്പിൾ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഡെസ്റ്റിനേഷൻ ഫോർ ദ എന്റർടൈൻമെന്റ്. അതായത് നമുക്ക് കുടുംബത്തിന്, കുട്ടികൾക്ക്, ഫാമിലി ആയിട്ടൊക്കെ വന്ന് ജസ്റ്റ് ഒന്ന് എന്റർടൈൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പറ്റിയൊരു ഇടമാണ് ഇവന്റസ് എന്ന് പറയുന്നത്. കളിക്കാം, കുളിക്കാം, കഴിക്കാം. അതായത് ഞാൻ ആ ഒരു ക്ലാസ് ഒപ്പിച്ച് പറഞ്ഞത് വേറെ ഒന്നുമല്ല. ഫുഡ് കോർട്ടുകളുണ്ട്, അതേപോലെ തന്നെ കളിക്കാനുള്ള സ്വിമ്മിംഗ് പൂൾ ഉണ്ട്, കുട്ടികൾക്ക് കളിക്കാനുള്ള പ്ലേ ഗ്രൗണ്ടുകളുണ്ട്, ഇവന്റ് സ്പോട്ടുകളുണ്ട്. ഇതില് കാര്യം പിന്നെ വരുന്നതാണ് ജിമ്മ്. അതായത് ഒരു ഫാമിലി വന്നിപ്പോ നമ്മൾ അധികം ദൂരേക്കൊന്നും പോവാതെ നമുക്ക് അടുത്ത പ്രദേശത്ത് ഇപ്പൊ അതായത് താമരശ്ശേരി ഉണ്ട്, ബാലുശ്ശേരിന്റെ ഒക്കെ ഇടയിലായിട്ട് വരുന്ന ഒരു സ്ഥലമാണ്. പെട്ടെന്ന് കുട്ടികൾക്ക് എന്തായാലും ഒരു ഔട്ട്ഡോർ മൂഡായിരിക്കും മക്കൾക്ക് ഉണ്ടാകും. എപ്പോഴും പുറത്ത് പോകണം, കളിക്കണം, ഇതാകണം എന്നുള്ളൊരു മൂഡിലായിരിക്കും. അപ്പം പെട്ടെന്ന് രക്ഷിതാക്കൾ വേഗം ചൂസ് ചെയ്യുക എന്താണ് ഇതേപോലുള്ള സ്ഥലങ്ങളാണ്. അപ്പൊ നമുക്കൊന്ന് പോയി ഭക്ഷണം കഴിക്കണം, ഒരു ഫുഡ് കഴിക്കണമെന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കാനുള്ള ഓപ്ഷൻസ് ഇവിടെ ഉണ്ട്. നമുക്ക് അവിടെ ഏതൊക്കെ തരം ഫുഡുകളാണ് ഇവിടെ നമുക്ക് വെറൈറ്റി ചായ ഒന്നതാണ്, ഒരു സെക്ഷൻ അതാ നല്ല വെറൈറ്റി മസാല ചായ ഉണ്ട്. അവിടെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ കഴിയും, കുറച്ച് ഹെവി ആയിട്ടാണ് ലോഡർ ഫ്രൈസ്, ഫ്രഞ്ച് ഫ്രൈസ്, സാൻഡ്വിച്ച്, ബർഗർ, അതേപോലെ തന്നെ പിന്നെ ഷവർമ, ഷവായ. ഇതാണ് ഒരു സൈഡ് ഉള്ളത്. അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെന്നൊക്കെ കാണുന്നത്. അതെ, അതാണ്. അപ്പുറത്തെ സൈഡിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ പറയാ, ഒരു നാടൻ വിഭവങ്ങൾ, കപ്പ ബിരിയാണി, പാൽ കപ്പ, പിന്നെ പിടിക്കോയി, അങ്ങനെ തുടങ്ങിയിട്ടുള്ള നമ്മൾ എന്താ പറയാ റെഗുലറായിട്ട് നമുക്ക് കഴിക്കാൻ ഇഷ്ടപ്പെടുന്നത്. എന്നാൽ ചില സാധനങ്ങൾ എന്താ പറയാ നമുക്ക് എന്തും കഴിക്കും മടുപ്പാണ്. പക്ഷെ ഇത് റെഗുലറായിട്ട് കഴിക്കാൻ പറ്റിയ കുറെ നാടൻ വിഭവങ്ങൾ, അതിൽ ഒരുപാട് മെനുകളുണ്ട്. അപ്പൊ തന്നെ ഊത് അല്ലേ. അതേപോലെ എടുത്തു പറയേണ്ട സംഗതിയാണ്, നമുക്ക് ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ വല്ലാത്തൊരു സ്മെൽ ഇങ്ങനെ അടിച്ചു വീശും. അത് മറ്റൊന്നുമല്ല, അവിടെ നല്ലൊരു സുഗന്ധപൂരിതമായ ഒരു ഷോപ്പ് ഉണ്ട് ഊതിന്. ഇനി കൂടുതൽ നേരിട്ടുണ്ട് നമുക്ക് ഇതിന്റെ ലൊക്കേഷൻ. നിങ്ങൾ ബാലുശ്ശേരി, കോഴിക്കോട് ബാലുശ്ശേരി റൂട്ടിൽ ബാലുശ്ശേരി താമരശ്ശേരി ഇടയിലാണ് ഈ ഒരു അവേലം എന്ന് പറയുന്ന. വളരെ സിമ്പിൾ ആയിട്ട് നമ്മൾ പബ്ബ് പറഞ്ഞ മാതിരി താമരശ്ശേരി ചുരം കേട്ടില്ലേ, താമരശ്ശേരി ചുരം. ആ താമരശ്ശേരി ഇന്ന് ബാലുശ്ശേരി കോയിലാണ്ട് റോഡിൽ ഒരു 4 കിലോമീറ്റർ സഞ്ചരിച്ച് കഴിഞ്ഞാൽ പൂനൂർ അവേലം എന്ന് പറയുന്ന ഒരു സ്പോട്ട് ഉണ്ട്. പൂനൂരിന്റെ തൊട്ടായിട്ട് നമ്മള് ബാലുശ്ശേരി ഭാഗത്തു നിന്നാണ് വരുന്നതെങ്കിൽ പൂനൂർ അങ്ങാടി കഴിഞ്ഞിട്ട് ഏകദേശം 1 കിലോമീറ്റർ അത്രേ ഉള്ളൂ. ഇനി നിങ്ങൾ താമരശ്ശേരി ഭാഗത്തു നിന്നാണ് വരുന്നെങ്കിൽ 4 കിലോമീറ്റർ പൂനൂർ ഭാഗത്ത് എത്തുന്നതിന്റെ 1 കിലോമീറ്റർ മുമ്പായിട്ടാണ് അവേലം എന്ന് പറയുന്ന ഈ ഇവന്റസിന്റെ ലൊക്കേഷൻ വരുന്നത്. അപ്പോ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ തന്നെ വന്നോളി, അടിച്ചു പൊളിച്ചോളി.